കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഹോട്ടലിലെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? രേണുക, സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിലൊരാളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള സ്റ്റേഡിയത്തിലുള്ള ഇഡ്ലി കഫേ എന്ന് പറയുന്ന കടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റീമറാണ് പൊട്ടിത്തെറിച്ചത്. അതിലെ തൊഴിലാളികൾക്കാണ് അപകടമുണ്ടായിരിക്കുന്നത്. എന്തായാലും എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഷോപ്പ് കൂടിയാണത്. എപ്പോഴും ഏത് സമയത്തും വലിയ തിരക്കുള്ള ഒരു കട കൂടിയാണത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ 5 പേർക്ക് അപകടം സംഭവിച്ചു എന്നുള്ളത് തന്നെ വലിയ ഒരു അപകടത്തിലേക്ക് സൂചന ആണ് നൽകുന്നത്. മാത്രമല്ല, ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 4 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. ഈ സുമിത് എന്ന് പറയുന്ന ഒരാളാണ് മരിച്ചത്. ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരം പല നമുക്കറിയാം, ഉമാ തോമസ് MLA-യുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അത്തരം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ ആ സമയത്തും ഇതിനു ചുറ്റുമുള്ള ഷോപ്പുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയൊക്കെ ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ ഉയർത്തിയിരുന്നു. നേരത്തെയും എപ്പോഴും മത്സരങ്ങൾ നടക്കേണ്ടുന്ന സ്റ്റേഡിയമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളമാണ്, അല്ലെങ്കിൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയിരിക്കുന്ന GCDA വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കടകളുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് ഇടയ്ക്കിടെ ആവശ്യം വരാറുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഈ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന, എപ്പോഴും തിരക്കുണ്ടാകുന്ന ഒരു ഭാഗമാണ്, ഒരിടമാണ്. പലതരം ആളുകൾ, അതായത് ആളുകൾ കൂട്ടത്തോടെ ഇവിടെ വരികയും നമുക്ക് വൈകുന്നേരങ്ങളിലായാലും ഉച്ച സമയത്തായാലും ഒക്കെ ഇവിടെ വലിയ തിരക്ക് കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിന്റെ ഈ 5 പേർക്ക് അപകടം പറ്റിയെന്നുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ് അപകടം പറ്റിയത്. അത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചില്ല എന്ന് വേണം. അത്തരം ആൾക്കൂട്ടം എപ്പോഴും ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഒരാൾ മരിച്ചിട്ടുണ്ട്. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഭാഗങ്ങളിലൊക്കെ അപകടം സംഭവിച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്ര വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് നയിച്ചത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായും എന്തായാലും ദുഃഖകരമായ വാർത്തയാണ്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് ഇപ്പോൾ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഹോട്ടലിലെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിന്റെ ഒരു ഭീതിതമായ അവസ്ഥ കാണാനും കഴിയുന്നുണ്ട്. അവിടെ ആജ്ഞ, ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. 4 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ്? രേണുക, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവരുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് പറഞ്ഞതുപോലെ തീപിടുത്തമുണ്ടായ ശേഷം ഒരു വലിയ ബ്ലാസ്റ്റ് ആയിരുന്നു ഈ സ്റ്റേഡിയത്തിൽ, ഈ കടയിൽ ഉണ്ടായത്. അതിനുശേഷം ആണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം സുമിത് എന്ന് പറയുന്ന ആളാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം അതിഥി തൊഴിലാളിയാണ് എന്നറിയാം. പക്ഷേ ഏത് സംസ്ഥാനക്കാരനാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. എന്നാൽ സുമിത് എന്നാണ് മരിച്ച ആളുടെ പേരെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഇനിയും 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സേഫ്റ്റി മെഷർമെന്റുകളുടെ കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ഒരുപാട് ചർച്ചകളും ആശങ്കകളും ഒക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇതിപ്പോൾ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഈ വർഷം തന്നെ 2ാമത്തെ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ടും സ്റ്റേഡിയത്തിനകത്താണെങ്കിൽ കൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടിയും സംവിധാനം അവിടെ എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും അറിയേണ്ടതുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംഘർഷം. സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഓഫീസിന് പുറത്ത് നിലയുറപ്പിച്ചു. ചവറ ജയകുമാറിന്റെ പിന്തുണയുമായി മറുവിഭാഗം ഓഫീസിനകത്തും ഉണ്ടായിരുന്നു. ചവറ ജയകുമാർ 5 വർഷമായി സ്ഥാനമൊഴിയാതെ തുടരുന്നു എന്നതായിരുന്നു പരാതി.
പുതുതായി തെരഞ്ഞെടുത്ത ജാഫർ ഖാനെയും വൈസ് പ്രസിഡന്റ് ഉമാശങ്കറിനെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി പിന്നീട് ചവറ ജയകുമാർ പറഞ്ഞു. പാറശാല മുതൽ തളിപ്പറമ്പ് വരെ തട്ടിപ്പ്. തിരുവനന്തപുരം പ്രസ് ക്ലബ് പദ്ധതിയുമായി സഹകരിച്ചതുകൊണ്ടാണ് താൻ തട്ടിപ്പിൽ വീണുപോയതെന്നാണ് ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട എംഒയുവും പദ്ധതിയുടെ ഉദ്ഘാടന ചിത്രവും അനന്തുകൃഷ്ണൻ പ്രചാരണായുധമാക്കി. ഇതിനിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും എംഒയു ഒപ്പുവെച്ചത് 2024 മാർച്ച് 20 അനന്തുകൃഷ്ണനും പ്രസ് ക്ലബ്ബും തമ്മിലുള്ള സഹകരണത്തിലാണ് താനും വീണതെന്നാണ് എൻ രാധാകൃഷ്ണന്റെ വാദം. എന്റെ ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു എംഒയു ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ടെന്നാണ് ക്ലബ്ബ് ഭാരവാഹികളുടെ നിലപാട്. ഇതിനിടെ പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി കെ എം സാനു തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകി. രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ സ്കീം നടപ്പാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതിയിലെ സെക്രട്ടറി എതിർത്തിട്ടും അതിന്റെ ഇനാഗുറേഷൻ, ഈ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് ഇനാഗുറേഷൻ നടത്തണം. ഈ അനന്തകൃഷ്ണന് എന്തോ ഒരു പ്രത്യേക ഒരു മാന്യത മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ പേരുൾപ്പെടുത്തിയെന്നാണ് പല മാധ്യമപ്രവർത്തകരുടെയും നിലപാട്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന ഈ പട്ടിക അനന്തകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബുകളും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാറശാല മുതൽ തളിപ്പറമ്പ് വരെ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ കബളിപ്പിക്കപ്പെട്ടത് നിരവധി പേരാണ്. കുടുംബശ്രീ പ്രവർത്തകർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ വരെ തട്ടിപ്പിനിരയായി. പിരിച്ച പണമെല്ലാം അനന്തകൃഷ്ണന്റെ കയ്യിലില്ല എന്ന് കണ്ണൂർ തളിപ്പറമ്പിലെ സീഡ് കോർഡിനേറ്റർ സുവർണ ന്യൂസ് 18 കേരളത്തോട് വെളിപ്പെടുത്തി.